കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ മതിൽ ഇടിഞ്ഞു വീണു. സമീപത്തുകൂടി നടന്നുപോയ കുട്ടികൾ അപകടത്തിൽ നിന്ന് ഒഴിവായി. സജോ ദേവസ്യ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ, എവിടെയായിരുന്നു ഈ സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ? കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ ഈ സംഭവം ഉണ്ടായത്. മദ്രസ വിട്ട വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് തിരികെ മടങ്ങുന്നതിനിടെയാണ് മതിലിടിഞ്ഞ വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് പതിച്ചത്. തലനാരിഴയ്ക്കാണ് കുരുന്നുകൾ രക്ഷപ്പെട്ടത്. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കുട്ടികൾ റോഡിന്റെ ഓരം ചേർന്ന് നടന്നു പോകുമ്പോൾ റോഡിനോട് തന്നെ ചേർന്ന് നിലകൊണ്ടിരുന്ന മതിലാണ് തകർന്ന് മുന്നിലേക്ക് പതിച്ചത്. ഭാഗ്യം കൊണ്ട് കുട്ടികൾ രക്ഷപ്പെട്ടു. അത് ആശ്വാസകരമായ കാര്യം. കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുകയാണ്. താഴ്ന്ന ഇടങ്ങളിൽ മിക്കയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതിനിടെ നിരവധി മഴക്കെടുതികളും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ ഏതായാലും ആശ്വാസകരമായ കാര്യം, അതിനോട് ചേർന്ന് പല കുട്ടികളും നടന്നു പോകുന്നുണ്ട്. അതിനിടെയാണ് ഈ മതിൽ തകർന്നവരുടെ മുന്നിലേക്ക് പതിച്ചത്. ഭാഗ്യം കൊണ്ട് കുരുന്നുകൾക്ക് ഒന്നും സംഭവിച്ചില്ല എന്നത് ആശ്വാസകരം. വേണം. കണ്ണൂർ അഞ്ചരക്കണ്ടിയിലാണ് മതിൽ ഇടിഞ്ഞു വീണത്. സമീപത്തുകൂടി നടന്നുപോയ കുട്ടികൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. സജോ ദേവസ്യ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. സജോ, ഈ നാട്ടുകാരെന്താണ് പറയുന്നത്? വേണു, ആ മതിൽ കാലപ്പഴക്കം കൊണ്ട് ഏതാണ്ട് തകർച്ചയുടെ വക്കിലായിരുന്നു. പക്ഷേ കനത്ത മഴയാണ് ഈ മതിൽ തകരുന്നതിന് ഇടയാക്കിയത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ആ മതിൽ അപകടാവസ്ഥയിലാണ് എന്ന കാര്യമടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായില്ല. ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എത്ര വലിയ ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഭാഗ്യം കൊണ്ട് വഴിമാറിയത് എന്നത് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കുറേയധികം കുരുന്നുകൾ മദ്രസ വിട്ടും മറ്റും അതുവഴി നടന്നു പോകുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാം. ആ ഘട്ടത്തിൽ തന്നെയാണ് ആ മതിൽ ഇടിഞ്ഞു വീഴുന്നത് കണ്ട പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തിയ വിദ്യാർത്ഥികൾ അവിടുന്ന് ഭയന്ന് ഓടി മാറുന്നതും ഈ ദൃശ്യങ്ങളിൽ കാണാം. അതിന് മതിൽ തകർന്നു വീഴുന്നതിന് തൊട്ടു മുൻപ് അതുവഴി അതിന് മതിലിന്റെ ചൂട് ചാരെ ചേർന്ന് നടന്നു പോകുന്നതും കുട്ടികൾ നടന്നു പോകുന്നതും കാണാം. അങ്ങനെ ഒരു വലിയ അപകടം വഴിമാറി. അത്തരത്തിൽ ഇടിഞ്ഞു വീഴാറായ പല കെട്ടിടങ്ങളും മതിലുകളും സംബന്ധിച്ചൊക്കെയുള്ള ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ ഉള്ളപ്പോഴും അത് സംബന്ധിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം പല നിർദ്ദേശങ്ങളും നൽകാറുണ്ടെങ്കിലും അവയൊന്നും പലപ്പോഴും ഫലപ്രാപ്തിയിൽ എത്താറില്ല. ഇവിടെ തന്നെ ഭാഗ്യം കൊണ്ട് വലിയൊരു വഴിമാറി എന്ന് ആശ്വസിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അത് കനത്ത മഴയുമുണ്ട്. വലിയ തോതിൽ അതിശക്തമായ മഴ ജില്ലയുടെ വിവിധയിടങ്ങളിൽ തുടരുന്നുണ്ട്. അതുകൂടിയാണ് ഈ തകരുന്നതിലേക്കും വഴിവെച്ചത്. പക്ഷെ അപ്പോൾ പോലും ആ ദൃശ്യങ്ങൾ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നതാണ്. വലിയൊരു ദുരന്തത്തിന് വഴിമാറുമായിരുന്ന ഒരു അപകടം എന്ന് തന്നെ പറയാം. നേരെ പ്രധാനപ്പെട്ട പാതയിലേക്ക് തന്നെയാണ്, അഞ്ചരക്കണ്ടിയിലെ പ്രധാനപ്പെട്ട പാതയിലേക്ക് തന്നെയാണ് ഈ മതിൽ തകർന്നു വീഴുന്നത്. ആ ഘട്ടത്തിൽ വാഹനങ്ങളോ കുട്ടികളോ ഒക്കെ അതുവഴി കടന്നുപോയാൽ എത്ര വലിയ അപകടം ഉണ്ടാകും എന്ന് വ്യക്തമാണ്. ആ ദൃശ്യങ്ങൾ തന്നെ ഭയപ്പെടുത്തുന്നതാണ്. പക്ഷേ ഭാഗ്യം കൊണ്ട് നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന കാര്യം ആർക്കും ഒന്നും സംഭവിച്ചില്ല എന്നത് ആശ്വാസകരമാകുമ്പോഴും ഇങ്ങനെയുള്ള അപകടങ്ങൾ പലയിടങ്ങളിൽ പതിയിരിക്കുന്നു. അങ്ങനെയുള്ള മഴക്കെടുതികൾ വ്യാപകമായി ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ശരി, സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.